ഓരോ ദിവസം കഴിയുന്തോറും ലൈവ് കാണുമ്പോൾ അവർ കുറച്ചും കൂടെ എല്ലാ മത്സരാർത്ഥികളും എല്ലാ വ്യക്തികളും പരസ്പരം ഇത് അടുത്ത് അവരവരുടെ കാര്യങ്ങൾ പേഴ്സണലി ഉള്ള കുറേ കാര്യങ്ങൾ കുറച്ചധികം ഷെയർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു, ആഴ്ച മൂന്നാമത്തെ ഒരു ദിവസമൊക്കെ ആയപ്പോഴത്തേക്കും കുറച്ച് പേഴ്സണൽ കാര്യങ്ങളിലേക്ക്, പേഴ്സണൽ സ്പേസിലേക്ക് എല്ലാവരും എത്തിയിട്ടുണ്ട്. അത്തരത്തിൽ എത്തി നിന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തി, അത് മേ ബി ക്യാപ്റ്റനൊക്കെ ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല, ഷാനവാസാണ്. എല്ലാ സീസണിലും നമുക്ക് ഒരുപാട് കുലസ്ത്രീകളെ കാണാറുണ്ട്. അതായത് സ്ത്രീകൾ അത് കുറച്ചൊരു ഏജൊക്കെ, ഒരു പക്വതയൊക്കെ എത്തുന്ന ഒരു സമയമാകുമ്പോഴത്തേക്കും സ്ത്രീകൾ പലപ്പോഴും അവിടെ ഇരുന്നിട്ട് ഓരോരുത്തരെ ഇങ്ങനെ ഉപദേശിക്കാറുണ്ട്. നമ്മൾ സമൂഹത്തിൽ ഇങ്ങനെ ജീവിക്കണം, നമ്മളെപ്പോഴും നമ്മളെക്കുറിച്ച് ഇങ്ങനെയൊക്കെ ഒന്ന് ചിന്തിക്കണം, നമ്മൾ മറ്റുള്ളവരോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല, വസ്ത്രം ധരിക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ ശ്രദ്ധിക്കണം, മേക്കപ്പ് ഒക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ട് നടക്കാൻ പാടുണ്ടോ എന്നൊക്കെ പറയുന്ന കുറേയധികം സ്ത്രീകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് സീസണിൽ അത്തരത്തിലൊരു ടാഗും പല സ്ത്രീകളും നേടിയെടുത്തിട്ടുണ്ട്. കുലസ്ത്രീ, അമ്മച്ചി, അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങൾ. പക്ഷേ ഈ സീസണിൽ അത്തരത്തിൽ എനിക്ക് കുലപുരുഷനായിട്ട് ഫീൽ ചെയ്തൊരു വ്യക്തി ഷാനവാസാണ്. ബിഗ് ബോസ് സീസൺ 7 ആദ്യമായിട്ട് വസ്ത്രധാരണത്തെക്കുറിച്ച് കംപ്ലൈൻറ്റ് പറഞ്ഞ് നോമിനേറ്റ് ചെയ്തു എന്നത് വലിയൊരു ശ്രദ്ധ നേടിയ കാര്യമാണ്. അത് ഷാനവാസ് ആയിരുന്നു, ജിസേലിൻ്റെ വസ്ത്രധാരണം. പിന്നെ അത് മാത്രമല്ല, വന്നപ്പോൾ ഉള്ളൊരു ഫണ്ണായിട്ടുള്ള ഒരു ഇടപെടൽ ഷാനവാസിൽ ഞാൻ പ്രതീക്ഷിച്ചു. അതായത് കുറച്ച് എന്താ പറയുക, നിസ്സാരമായിട്ട് ടാസ്കിനെയൊക്കെ കണ്ട് വളരെ ഫണ്ണായിട്ട് ഒരു ജോളിയായിട്ട് അക്ബറും ഒക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച് നിൽക്കാം എന്ന് കരുതിയ ഷാനവാസ് അക്ബറും അപ്പാനിയും കൂടെ ക്ലോസ് ആയി ഒരു ഗ്രൂപ്പിസമായി ഷാനവാസിനെ പുറന്തള്ളിയപ്പോഴത്തേക്കും ഷാനവാസ് ഗ്രൂപ്പിലൊന്നും പെടുന്നില്ല. ഷാനവാസിനോട് എല്ലാവർക്കും ഒരു ഒരു ഡിറ്റാച്ച്മെന്റ് ഫീല്. ഓഫ് കോഴ്സ് അതിനകത്ത് ഉള്ള മറ്റ് മെയിൽ കണ്ടസ്റ്റൻസിന് ഷാനവാസിനോട് ഒരു ഡിറ്റാച്ച്മെന്റ് ഫീൽ ഉണ്ട്. അധികം കൂടിക്കുന്നില്ല ഷാനവാസിനെ. പക്ഷെ ഷാനവാസിന്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ആളിപ്പം ആളായിട്ട് തന്നെ ജീവിക്കുന്നത്. അതായത് ഷാനവാസ് എന്ന് പറഞ്ഞൊരു വ്യക്തിയെ നമുക്കിപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ കാണാൻ പറ്റും. എങ്ങനെയാണ് ഷാനവാസ് എന്ന് പറഞ്ഞൊരു വ്യക്തി? പലപ്പോഴും നമ്മൾ പുറത്തൊരു പേഴ്സണൽ ലൈഫിലേക്ക് നമുക്ക് ഷാനവാസിനെ നോക്കുകയാണെങ്കിൽ പേഴ്സണൽ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ലൈഫ് ഒന്നും എവിടെയും തന്നെ പരാമർശിക്കുന്നത് വളരെ റെയറാണ്, കുറവാണ്. കാരണം ഷാനവാസ് മനസ്സിൽ വിചാരിച്ചു വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഷാനവാസ് പാലിക്കുന്ന കുറച്ച് ഗൈഡ് ലൈൻസ് ഉണ്ട്. എൻ്റെ ലൈഫ്, എൻ്റെ പേഴ്സണൽ കാര്യങ്ങളൊന്നും പ്രേക്ഷകരുടെ മുമ്പിൽ എടുത്തിടാൻ പാടില്ല, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഷാനവാസ് മുമ്പേ തന്നെ അങ്ങനെ ഒരു ഗൈഡ് ലൈനിലൂടെ, ഒരു ലൈനിലൂടെയാണ് അദ്ദേഹം കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ബിഗ് ബോസിനകത്ത് വന്നിട്ടും ഷാനവാസ് ഇത്തരത്തിലുള്ള ഒരു കുലപുരുഷൻ സംസാരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, നമുക്കത് മൊത്തം ലൈവിൽ കാണിക്കുന്നില്ല, ബിഗ് ബോസിൻ്റെ കുറച്ച് പാർട്ടിൽ മാത്രമാണ് ലൈവിൽ പോലും നമുക്കത് കാണിക്കുന്നത്. അതായത് ആദില ആൻഡ് നൂറ, ഇവരുടെ ഒരു രണ്ടുപേരുടെയും പേഴ്സണലി ഉള്ള ഒരു കാര്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഒരുപാട് വാർത്തകളായിട്ടുള്ള, ഈവൻ നൂറയെ കിഡ്നാപ്പ് ചെയ്ത് മാറ്റി വെച്ചിട്ട് ആദില അതിനെതിരെ വാർത്തകളൊക്കെ കൊണ്ടുവന്നത്, നൂറയെ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആദില കുറച്ചധികം വാർത്തകളിൽ നിറഞ്ഞു നിന്നൊരു സമയമുണ്ടായിരുന്നു. അവസാനം ഈ പറയുന്ന LGBTQ കമ്മ്യൂണിറ്റിയിൽ നിന്നൊക്കെയുള്ള ഒരു സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ വഴിയിട്ടാണ് അവർക്ക് ഈ പറയുന്ന ബന്ധം നിലനിർത്താൻ സാധിച്ചതും ഇന്നൊരു ലെസ്ബിയൻ കപ്പിൾസ് ആയിട്ട് അവർ ഒന്നിച്ച് ജീവിക്കുന്നതും. ഇപ്പോൾ ബിഗ് ബോസിലേക്ക് അവർ വന്നപ്പോൾ പലരുടെയും നെഗറ്റീവായിട്ടുള്ള ഒരു കുറച്ച് കമൻസ് ഒക്കെ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഒരു 100 ദിവസം അല്ലെങ്കിൽ ഈ ബിഗ് ബോസിലുടനീളം അവർ നിൽക്കുമ്പോൾ, ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇവർ സെപ്പറേറ്റ് ആകും, അതാണ് ബിഗ് ബോസിന്റെ ഉദ്ദേശം എന്നൊക്കെയുള്ള കമൻസുകൾ, അത്തരത്തിലുള്ള പാഴ് കമൻറ്റുകളാണ് അതൊക്കെ. അത്തരത്തിലൊക്കെ ഞാൻ വായിക്കാൻ ഇടയായിട്ടുണ്ട്. അതുപോലെ നൂറയ്ക്ക് പുരുഷന്മാരോട് താല്പര്യമുണ്ട് എന്ന തരത്തിൽ വരെ കമൻസുകൾ വരുന്നുണ്ട്. ഓരോരുത്തരും ഇവരുടെ പേഴ്സണൽ ലൈഫിനെ ഒരു എക്സ്റ്റെൻഡിലേക്ക് ചിന്തിക്കുന്നുണ്ട് എന്നതിൻ്റെ ഒരു തെളിവാണ് ഈ കമൻറ്റുകൾ എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഇടയിൽ ഷാനവാസ് ഇവരെ വന്ന് ഉപദേശിക്കുന്ന ഒരു കാര്യമുണ്ട്. ഷാനവാസ് പറഞ്ഞതിൽ മോശം വാക്കുകളൊന്നുമില്ല, ഷാനവാസ് പറഞ്ഞത് വളരെ മാന്യമായിട്ടാണ്, ദേഷ്യപ്പെട്ടിട്ടില്ല, നല്ലൊരു സുഹൃത്തിൻ്റെ രീതിയിലാണ് വന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഭാവിയിൽ ഒരു തുണയൊക്കെ വേണ്ടേ? അപ്പോൾ ഇവർ പറയുന്നുണ്ട്, കുഞ്ഞുങ്ങളുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരാളെ അഡോപ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പറയുന്നു, നിങ്ങൾ അതിനെ വീണ്ടും കുറച്ചുകൂടി ഒന്ന് ഷുഗർ കോട്ട് ചെയ്യണം, ആ വാക്കാണ് അതിന് കറക്റ്റ്. ഷാനവാസ് നൂറയോടും ആദിലയോടും ഷുഗർ കോട്ട് ചെയ്ത് സംസാരിക്കുകയാണ്. ഉദ്ദേശം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇപ്പം ഇങ്ങനെയൊക്കെ തോന്നും, പിന്നീട് മാറി ചിന്തിക്കും. കാരണം അവരുടെ ഏജിനെ വെച്ചിട്ടാണ് എല്ലാവരും ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നത്. നൂറയും ആദിലയും +2 പഠിക്കുന്ന സമയം തൊട്ട് ഈ ഒരു റിലേഷനിൽ വന്നിട്ടുണ്ട്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഇമോഷണലി അവർക്ക് തോന്നി, അതായത് ഒരു ആണിന് ആണിനോടോ പെണ്ണിന് പെണ്ണിനോടോ, അതായത് ആണായിട്ട് ജനിച്ചിട്ട് പിന്നെ പെണ്ണായിട്ട് മാറിയാലോ, ഇതൊന്നും നമുക്ക് നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ, നിങ്ങൾക്ക് ഇങ്ങനെ ആളോട് മാത്രമേ സ്നേഹം തോന്നാൻ പാടുള്ളൂ എന്ന് നമുക്ക് ശാഠ്യം പിടിക്കാൻ സാധിക്കില്ല. അത് ഇനിയും നമ്മൾക്ക്, ഇപ്പം എനിക്കുൾപ്പെടെ ഇനിയും അതിനകത്തൊക്കെ കുറച്ചും കൂടെ അറിവുണ്ടാകണം എന്ന് ഞാനും ആഗ്രഹിക്കാറുണ്ട്. കാരണം നമ്മുടെ പാഠപുസ്തകത്തിൽ പോലും സ്ത്രീ പുരുഷൻ ഈ ഒരു കാര്യം മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ.
അങ്ങനെ അല്ലാത്ത മനുഷ്യരെ അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. അങ്ങനെയുള്ള അറിവ് നമ്മളിലേക്ക് എത്താൻ ഇവിടെ ആരും തന്നെ അങ്ങനൊരു സംഭവത്തെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അറ്റ്ലീസ്റ്റ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കണം. അപ്പോൾ ഷാനവാസ് പറയുന്നത് ഷാനവാസിൻ്റെ ഒരു ഉപദേശമാണ്. ഇങ്ങനെ ചെയ്താലോ അങ്ങനെ ചെയ്താലോ, അതിൻ്റെ അവസാനം ആ കോൺവെർസേഷൻ, ഇവർ 3 പേര് തമ്മിലുള്ള കോൺവെർസേഷൻ എവിടം വരെ എത്തി എന്നുള്ളത് സത്യം പറഞ്ഞാൽ ലൈവിൽ കാണിച്ചിട്ടില്ല. അതേതായാലും ശരി, നമുക്ക് പിന്നീട് ഒരു സംസാരം ആവുകയാണെങ്കിൽ, ഇവർക്കത് ഹേർട്ടാണ് എന്നുണ്ടെങ്കിൽ ബിഗ് ബോസിലെ എപ്പിസോഡിൽ നമുക്ക് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ കാണാൻ സാധിക്കും. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടെ ഒരു ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരിടത്തൊരിടത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ടാസ്ക് ഉണ്ട്. അതിലെല്ലാവരും അവരുടേതായ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച്, അവരുടെ പേര്, അവരുടെ ഏജ്, അവരുടെ അച്ഛൻ, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നൂറയും ആദിലയും കുറേ ടൈമിൽ ലൈവിൽ കുറേ നേരം അവരുടെ കോൺവെർസേഷൻസ് കാണിക്കുകയുണ്ടായി. അതുകൊണ്ട് മാത്രമാണ് എനിക്കിത് പറയാൻ തോന്നിയത്. അപ്പോൾ അവർ പരസ്പരം പറയുന്നുണ്ട്, അവർ പരസ്പരം ബേബി ബേബി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നൂറയെടുത്ത് പറയുന്നുണ്ട്, ആദില പറയുന്നുണ്ട്, അച്ഛൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ, വീട്ടുകാരുടെ കാര്യമൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ പറയും, ബേബിക്ക് കരച്ചിൽ വരികയാണെങ്കിൽ അത് കുഴപ്പമില്ല, ഒരു ദിവസം 24 മണിക്കൂർ നമുക്ക് സ്ട്രോങ് ആയിട്ടിരിക്കാൻ സാധിക്കത്തില്ലല്ലോ, നമ്മൾ കരയേണ്ടി വരും, കരയുക എന്ന് പറയുന്നത് ഒരു വീക്ക്നെസ് അല്ല എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിലേക്ക് ഒരുപാട് പേര് മത്സരാർത്ഥികൾ വന്നിട്ടുണ്ട്. അവരുടെയൊക്കെ ആദ്യത്തെ ഒരു ഇൻട്രോ വീഡിയോ കാണിക്കുമ്പോൾ എല്ലാവരും അച്ഛനും അമ്മയും കുടുംബവുമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ കണ്ടു. പക്ഷേ ആദിലയും നൂറയും രണ്ടുപേരും അവരുടെ പേരൻസും അവരുടെ പ്രണയവും അവരുടെ എല്ലാം അവർ രണ്ടുപേരും തന്നെയാണ്. വളരെ മനോഹരമാണ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള മനുഷ്യരുണ്ട്. അത് നോർമലാണ്, അതൊരു ഭംഗിയാണ്. അത് ഷാനവാസ് വന്ന് ഉപദേശിക്കുന്നതായിക്കോട്ടെ, അനീഷ് വന്നിട്ട് അവരുടെ വീട്ടുകാരെ എടുത്തിട്ട് സംസാരിക്കുന്നതായിക്കോട്ടെ, ഇതൊക്കെ നമ്മളെല്ലാവരും ജഡ്ജ് ചെയ്യുന്നു എന്ന് മാത്രമേ പറയാൻ പറ്റൂ. പക്ഷേ ഈ ഒരിടത്തൊരിടത്തെന്ന് പറഞ്ഞ ടാസ്കിൽ അവരുടെ പേരൻസിനെ കുറിച്ചൊക്കെ എന്തായിരിക്കും പറയുക? ലാസ്റ്റ് സീസണിലും ബിഗ് ബോസിലേക്ക് ഇവർക്ക് ക്ഷണം കിട്ടിയപ്പോൾ ഇവർ ബിഗ് ബോസിനോട് നോ പറഞ്ഞിട്ട് ഒരു ജോലി കണ്ടെത്തണം എന്ന് പറഞ്ഞിരുന്നവരായിരുന്നു. ആദിലയും നൂറയും എന്തുകൊണ്ട് ഈ സീസണിൽ വരാൻ തയ്യാറായി എന്ന് വരെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ മേ ബി അങ്ങനെ നടക്കട്ടെ, അവരുടെ പേരൻസ് ഒക്കെ അവരുടെ കൂടെ അവർ അക്സെപ്റ്റ് ചെയ്യട്ടെ എന്ന് നമുക്ക് പറയാനേ പറ്റൂ. കാരണം അത്രത്തോളം ക്രൂരമായിട്ട് ബിഹേവ് ചെയ്തിട്ടുള്ള ഒരു പേരൻസ് ഉണ്ട് അവർക്ക്. അല്ലാതെ എല്ലാ അച്ഛനും അമ്മയും ആയതുകൊണ്ട് സൂപ്പറാണ് എന്ന് നമുക്ക് എവിടെയും എഴുതി ഒപ്പിട്ട് കൊടുക്കാൻ സാധിക്കില്ല. അപ്പോൾ ഏതായാലും ശരി, ഈ ഒരു കുലപുരുഷൻ കളി ഷാനവാസ് ഒന്ന് അവസാനിപ്പിച്ചാൽ നന്നായിരിക്കും. ഒരു സേഫ് ഗെയിമാണ് ഷാനവാസ് കളിക്കുന്നത്. അതായത് പ്രേക്ഷകർ തന്നെ ഇങ്ങനെ കണ്ടാൽ മതി എന്ന് വിചാരിക്കുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ആദില ആൻഡ് നൂറ, അവർക്ക് മാക്സിമം ഇവിടെ നിൽക്കാൻ പറ്റുന്നൊരു സപ്പോർട്ട് പ്രേക്ഷകരിൽ നിന്ന് ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അവർ അതിനകത്ത് നന്നായിട്ട് ഗെയിം കളിച്ചാൽ അവരുടെ ഒരു റിലേഷൻഷിപ്പിനെയൊക്കെ, അല്ലെങ്കിൽ അവരൊരു നല്ല മെസ്സേജ് അവരുടെ ഒരു കമ്മ്യൂണിറ്റിക്ക്, ഇന്ന കമ്മ്യൂണിറ്റി എന്നൊന്നും പറയുന്നില്ല, അതേപോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അവർ കൊടുക്കുന്നതായിരിക്കും എന്ന് എനിക്ക് ഹോപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ലൈവ് വിശേഷങ്ങൾ കാണണമെങ്കിൽ ഇനിയും സീരിയൽ ഗ്രാൻഡ്മ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.